Hello guys, welcome back to my new video. ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് BR because നമ്മൾ സീസണിനകത്ത് ഹീറോ കടിച്ച് ഇലൈറ്റ് ഹീറോ കടിച്ച്. Don't believe Shiro. So, when it comes to the Garcias, I'm the good boy. അതുകൊണ്ടാണ് നമ്മൾ BR കളിക്കാൻ പോകുന്നത്. BR നമുക്ക് ഇനി ഹീറോ കടിക്കണം. Let's go. നമ്മുടെ പ്രൈമൽ ഇട്ടേക്കാം. ഷൂസ് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. ഇത് കൊള്ളാം. മാസ്ക് ശകലം മാസ്ക് മാറ്റിയാൽ മതി. മാസ്ക് മാറ്റിയിട്ട് ഇനി എനിക്കറിയത്തില്ല ആ മാസ്ക് കൊള്ളാമെന്ന് ഇട്ട് നോക്കാം നമുക്ക്. ഞാൻ ചിലവാക്കണോ? ഞാനൊരു ഓട്ടോയുടെ സ്കിന്ന് അടിക്കായിരിക്കുമായിരുന്നു. എന്തായാലും നോക്കാം. ഈ മാസ്ക് അങ്ങനെ പറഞ്ഞാൽ ഇത് അത്രയും അപ്പം ഇല്ലാത്ത സാധനമാണ്. പിന്നെ ഈ നിങ്ങൾ പറയണം, ഞാൻ കുറേ പ്രാവശ്യം നോക്കി സ്ക്വാഡ് ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കി. ഇതിനകത്ത് എങ്ങനെ ചേരുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നത് എനിക്ക്. ഈ ഒരു ഇന്ത്യൻ കപ്പ് ബിക്കോസ് ഇതിനകത്ത് നമ്മൾ ജയിച്ചാൽ, സീസണിൽ നമ്മൾ ജയിച്ചാൽ ഇത്ര ഡയമണ്ട്സ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയത്. ഈ ഡയമണ്ട്സ് എനിക്ക് വേണം. ഡയമണ്ട്സ് നമുക്ക് ടോപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ല ഇത് സാധനം. കിണ്ണം കച്ചിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ചേരണമെന്ന്. എന്തൊരു ഫുൾ സ്ക്വാഡ് ഉണ്ടാക്കണം. എന്തായാലും ഇതിനകത്ത് കമ്മലിട്ടേക്കുന്നു. കമ്മലില്ല, സോറി, മൈ ബാഡ്. പക്ഷെ നമ്മൾ സോളോ ആണ് ബിയർ കളിക്കാൻ പോകുന്നത്. ബിക്കോസ് സ്ക്വാഡിൻ്റെ മൈനസാവും, പിന്നെ നമ്മുടെ മൈനസാവും. പിന്നെ അവർ മൈക്കോണാക്കി ജബ എന്ന് പറയുമ്പോൾ ഒരു ഇറിറ്റേഷനാണ്. അതിനേക്കാളും ഭേദമല്ലേ നമ്മൾ ഒറ്റയ്ക്ക് കളിച്ച് സോളോ. എന്ത് സുഖമെന്നറിയാവോ? ആരും റിവൈവ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പുത്തൻ അപ്ഡേറ്റ് വന്നു സ്ക്വിഡ് ഗെയിമിൻ്റെ. ഇവർ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഈ ഡോർ തുറക്കുമ്പോഴേ ഡോർ തുറക്കുമ്പോൾ ഇവരുടെ പൊസിഷൻ ആകുന്ന കണ്ടോണേ. ഇപ്പോൾ 15 മിനിറ്റ് ഡോർ തുറക്കാൻ. സത്യം പറഞ്ഞ ഇവന്മാർക്ക് നമ്മളെക്കാളും ഹൈറ്റ് കുറവ്. കണ്ടോ, 18 വയസ്സുള്ളവരായിരിക്കും ഇതാ ഉണ്ടാക്കി. കണ്ടോ പൊസിഷൻ മാറി. കണ്ടോ, വാ, ടോയ്ലറ്റ് ഇരിക്കുന്ന പൊസിഷൻ. ഞാനിങ്ങനെ ഇരിക്കുന്ന ടോയ്ലറ്റ്. നമ്മൾ വില്ലേജിൽ ഇറങ്ങാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ശകലം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. എൻ്റെ അമ്മ ശകലം പാത്രം വലിയ കിച്ചണിലാണ്. അതുകൊണ്ട് ശകലം അലപ്പ അനിയനോട് പറയുക ടിഫിൻ കൊണ്ടുവരും, എടുത്ത് വെക്കത്തില്ല. എന്തായാലും നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കണ്ടു. കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഡെയിലി വീഡിയോ ഇടണമെന്ന് അറിയത്തില്ല. പിന്നെ സോറി ഫോർ ഞാൻ കുറേ ദിവസമായി ഇത് വീഡിയോ ഇട്ടിട്ട്. സോ അതുകൊണ്ട് ക്ഷമിക്കണം. സ്ക്വിഡ് ടോക്കൺ. വാ, ഓ, പിന്നെ സ്ക്വിഡ് ടോക്കൺ കിട്ടി. എത്രണ്ണമാണ് കിട്ടിയത്? 4 ആയിരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് വെള്ളം എടുത്തുണ്ടാകുമ്പോൾ ലെറ്റ്സ് ഗോ. ഇനി കയറാൻ പറ്റത്തില്ല. എനിക്ക് സത്യം പറഞ്ഞ് ഈ മാപ്പ് നല്ലതാണ്, കുഴപ്പമില്ല. ഇവിടുന്നേ ഈ വീടിനകത്ത് ഞാൻ സോളോടെ ഉപ്പോളെ ജുങ്കൂളെ അമ്പൂളെ ജുങ്കൂളെ ഡിങ്ക ഡിങ്ക ഡോങ്ക ഡങ്കു ഡിങ് ഡിങ് ഡാ. ഇത് ഞാൻ നോട്ടീസ് ചെയ്തില്ല കേട്ടോ. നിങ്ങൾ റിംനാം വില്ലേജിൽ പോവാണെങ്കിൽ
കണ്ടില്ലേ? പിന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു സത്യം പറയുക. ഇത് എപ്പോഴാണ് വന്നു ഈ സാധനം? ഇല്ല, ഇത് പോയി. ഇത് ട്രിക്കാണ് ഗൈസ്. ഓക്കെ, ഇതോ let's go. We made armor penetration increased. എന്തായാലും നമുക്ക് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. റിംനാം വില്ലേജിൽ ഇറങ്ങുവാണെങ്കിൽ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, രസമാണ്. പക്ഷേ നിങ്ങൾ ഇനി മടുപ്പാണെങ്കിലോ പിന്നെ ഞാൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗൺ എടുത്തിട്ട് ഗ്ലാസ് ഷൂട്ട് ചെയ്യണം. ഏത് ഗ്ലാസ്സാണ് പൊട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആടാ UMP കിട്ടുന്നില്ലല്ലോ, അവിടെ ഭയങ്കര മടുപ്പാണ് UMP കിട്ടാറ്. ഇന്ന് ഞാൻ മൂഞ്ചിലാണ്. AK-47 എടുക്കുക, ഇതിനേക്കാളും ഭേദം AK-47. ഇതൊക്കെ എന്തോ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തുവാ? മോനെ MP5 അപ്ഗ്രേഡ് ചിപ്പ് 3. ഇനി AWM കിട്ടിയായിരുന്നെങ്കിൽ മോനെ സീനായിരുന്നു. ഖട്ടാന. ഇപ്പം നമ്മുടെ കയ്യിൽ 700 ടോക്കൺസ് ആയല്ലോ. അതുകൊണ്ടൊരു സോളോ ഡെയർ എടുക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നു. സോളോ ഡെയർ ഞാനേ സോളോ ഡെയർ എടുത്തടിക്കുമ്പോൾ നല്ല സുഖമാണ്. അല്ലാതെ അടിക്കുമ്പോഴും സുഖമാണ്. പക്ഷെ സോളോ ഡെയർ എടുത്തടിക്കുമ്പോൾ ഒരു വേറെ ലെവൽ സുഖമാണ്. സൂപ്പർമാറ്റ് ഹീൽ പിസ്റ്റൽ ആർക്ക് വേണ്ടി ഞാൻ അടിക്കണ്ടേ? എനിമിക്ക് വേണ്ടി ഞാൻ അടിക്കാനോ? ബാഗ് ലെവൽ 3 എൻ്റെ കയ്യിലുണ്ട്. ആരാണ്? നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ അടുത്താണെന്ന് പറയുന്നു. ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് അവൻ എൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു പോകുന്നു. എൻ്റെ അടുത്ത് വരുന്നു. അല്ല ഒഴിഞ്ഞു പോകുന്നു. അല്ല എൻ്റെ അടുത്ത് വരുന്നു. എൻ്റെ അടുത്ത് വരും. ഞാൻ പേടിച്ചു. ഇതെന്ത് പോയി സാധനം? ഇത് ബെഡേലൊക്കെ വരാൻ തുടങ്ങി. എന്റെ മകനെ, ശിവ. നമ്മൾ പ്രോ പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ നല്ല കളിയാണ്. ഇത് പറയാനാ അങ്ങനെ ആയി പോയില്ലേ? അയ്യോ മാറേ. അയ്യോ അയ്യോ ഇപ്പോൾ വെള്ളത്തിൻ്റെ അക്കത്ത് പോകുമ്പോൾ ശകലം സ്ലോ ആവും. നോർമൽ സ്പീഡാവും. എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ക്ലോക്ക് ടവറിൽ പോയി ശകലം കുർത്തകേട് കാണിച്ചാലും, ബിക്കോസ് ക്ലോക്ക് ടവർ നമ്മൾ കയറിയ സോൺ വരത്തില്ല. എന്തായാലും സോൺ ഇപ്പോൾ ഞാൻ തരാൻ പോകുന്നില്ല. എന്നാലും ക്ലോക്ക് ടവർ പണ്ട് എനിക്ക് അറിയായിരുന്നു. ഒരു ദിവസം ഞാൻ ബിയർ കളിച്ചപ്പോൾ എൻ്റെ ന്യൂബ് അക്കൗണ്ട്, ഈ അക്കൗണ്ട് വരുന്ന മുമ്പ് കുറേ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗൂഗിൾ അക്കൗണ്ട് അല്ലായിരുന്നു. അതുകൊണ്ട് അത് ഒരെണ്ണം ബാനായി. ഒരെണ്ണം ഡിലീറ്റ് ആക്കുമ്പോൾ അത് പെർമനൻ്റായിട്ട് പോകുമല്ലോ. അങ്ങനെ ഡിലീറ്റാക്കി പെർമനൻ്റായിട്ട് പോയി. പിന്നെ ഈ അക്കൗണ്ടാണ് ഞാൻ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കി. എനിക്കന്ന് ഗസ്റ്റ് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളായിരുന്നു. ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ദാറ്റ് ബൈ അതുകൊണ്ട് ആദിഫ് 1254 എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് എൻ്റെ ഗസ്റ്റ് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബിയർ കളിക്കായിരുന്നു. ഗോൾഡായിരുന്നു എൻ്റെ.
ഞാൻ സത്യം പറയാൻ ഗോൾഡ് ആയിരുന്നു. ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ എനിമീസ് ക്ലോക്ക് ടവർ ഇറങ്ങുന്നു. കുറേ എനിമീസ് ഹാഫ് എനിമീസ് ക്ലോക്ക് ടവർ ഇറങ്ങുന്നു, ഹാഫ് എനിമീസ് പീക്കിൽ ഇറങ്ങുന്നു. അതിൻ്റെ ഇനി 50 പേരാണെന്ന് വെച്ചാൽ 50 പോട്ടെ, 40 പേരാണെന്ന് വെച്ചാൽ 20 പേര് പീക്കിലും 20 പേര് ക്ലോക്ക് ടവറിലും. അങ്ങനെയായിരുന്നു സത്യം പറയാം. ഞാൻ അന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടത്തെ പീക്ക് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴത്തെ പീക്ക് പോലെ അല്ലായിരുന്നു. പീക്ക് അന്നൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പീക്കൊരു എന്നാലും ഇന്നും പീക്കിൽ എനിമീസ് ഇറങ്ങും. അങ്ങനെയല്ല ഞാൻ പറയുന്നത് പീക്ക് എനിമീസ് ഇറങ്ങത്തില്ലെന്ന്. പീക്കിൽ എനിമീസ് ഇറങ്ങും, പക്ഷെ പണ്ടത്തെ പോലെ. പണ്ടൊക്കെ എന്താ വേറെ ഇടോ SCD ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ചാർജ് ബസ്റ്റർ ഇനി ഫാക്ടറിക്ക് പോകാൻ സമയം എടുക്കും. വേണ്ട, അങ്ങനെ ചതി ചെയ്തില്ല. അങ്ങനെ ദോ പീക്ക് വന്നു 12 പേര്, ഇത്രയും വലിയ സോൺ. നമുക്ക് പീക്കിൽ പോയാലോ? ഭൂകം കിട്ടണ്ടേ, സാൻഡി കിട്ടാൻ മതി. നമുക്കിവിടെ ഇരുന്ന് ക്യാമ്പ് ചെയ്താ. ഇവിടെ ഞാൻ അറിഞ്ഞോലും ഇല്ല ഇത് എപ്പോഴാ വന്നേന്ന് ഇവന്മാര്. എന്റെ പുറയിലുണ്ടായിരുന്നു ഇവന്മാര്. പറയണ്ട് ആരെയാണ് ഇങ്ങനെ അടിക്കുന്നത്? ആരെയായിരുന്നു ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു? അയ്യോ, ഭയങ്കര ഡാൻ തരുന്നതായിരിക്കുന്നു. ഫോൺ നമുക്ക് ഒഴിഞ്ഞു പോവാം. ഇവിടെ ഓർഡർ എൻ്റെ ഒത്തയ്ക്ക് വട്ടുപിടിച്ച്. അവിടെ ഫൈറ്റ്. ഓ, ബൈക്കിൽ ഉമ്മച്ചാലേ. എൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു. ചെല്ല് ബാക്കിലാണോ? ഇവിടെ എവിടെ നോക്കിയാളെ വരുന്ന പ്രാന്ത. പേടിപ്പിക്കുന്നു മനുഷ്യനെ. കളിക്കാനാണെങ്കിൽ നേരിട്ട് വന്ന് കളിക്കണം. ഇതെന്താ പുറയുന്ന വന്ന് അടിക്കുന്നത്? പേടിപ്പിക്കുന്നു മനുഷ്യനെ. ഓ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ സ്ഥലം കിട്ടി ഗായ്സ്. ബൈക്ക് ചളകി മറകി തീർന്നിരിക്കുന്നു ഗായ്സ്. 2 ഗ്ലൂ ഇടാം സേഫ്റ്റിക്ക് വേണ്ടി. എന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇതായിരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. വീഡിയോ ചെറുതായിരിക്കും. 4 പേര് 4 മിനിറ്റ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വിയറായി നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യും. ബിക്കോസ് ഈ വീഡിയോ ഭയങ്കര ചെറുതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബൂയ എടുത്തിരിക്കും. വണ്ടിയിലടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, പുറലത്തെ ഗ്ലൂകൾ പൊട്ടിയായിരിക്കുമല്ലോ. സിംഗിൾ ഗ്ലൂ. Yo. Satu.
പറഞ്ഞില്ലേ. അവിടെ എവിടെ നിന്നൊക്കെയാണ് അടിക്കുന്നത് നാണം ഇല്ലാത്തവന്മാര്. ആരെങ്കിലും ഓടും, ആരെങ്കിലും എനിവൺ. ഓ നമുക്ക് ഓടാൻ ഗൈസ്. യോ ആരോ അടിക്കുന്നു, നമുക്ക് പോയി കാത്തിരിക്കും. 3 പേര് ഏതുവനാണ് റിവൈവ് ആയത്. എവിടാണ് enemy? രണ്ടുപേരും ടീമേറ്റ്സ് ചുമ്മാ അല്ല അടിക്കുന്നിട്ട്. ഗൈസ് വീടിൻ്റെ അകത്ത് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാത്തിരിക്കാം. ഞാനാക്കട്ടെ. അവനെന്തിയെ ഇവിടെ സോൺ എലിമിനേറ്റ് ആവുമോ? ഇവിടെ റിവാർഡ് ഇട്ടേ. പക്ഷേ എനിക്ക് അവനെ കില്ലെടുക്കണം. ഇവര് രണ്ടുപേരും ഭയങ്കര അടിയാണല്ലോ. എന്നെ മറന്നുപോയി തോന്നുന്നു. ഇവിടെ എന്നെ അടിക്കണം. പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓ പ്രോ പ്ലെയർ. ആ 52+. കുഴപ്പമില്ല. അവൻ്റെ സോണിയ ഇപ്പൊ ഇപ്പോഴും ആൾക്കാർ സോണിയ ഇടുന്നു. ഉയർത്തട്ടന്മാര് സോണിയൻ ദിമിത്രി ഇവരെ ബാൻ ആക്കിയില്ലെങ്കിൽ മക്കളെ കളി ഇരുത്തില്ല സത്യം പറയാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ബൈ ബൈ.